കേരളത്തിൽ BJP CPM ഡീലുണ്ടെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്, ദേശീയ നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി അടക്കം CJP എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ? ഇനി SDP ഡീൽ എന്ന രണ്ടാമത്തെ ആരോപണം വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഡീലാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ടോ? അരുണിൻ്റെ ഈ കാരവൻ തൃപ്പൂണിത്തുറയിൽ കൂടി വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എറണാകുളം ജില്ലയിൽ BJPക്ക് ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. ചെറുതെങ്കിലും കേവല ഭൂരിപക്ഷമില്ലെങ്കിലും മുനിസിപ്പാലിറ്റി അവരുടെ കൈകളിലാണ്. ആ മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ BJP പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനൊരു ചിഹ്നമില്ല. അത് മുന്നണിയുടെ ഒരു സംവിധാനമാണത്. ആ മുന്നണിക്കാണ്, ആ ചിഹ്നത്തിനാണ്, ആ ഫ്രൂട്ടിനാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നതെങ്കിൽ ഇനി അവിടെ ഒരു BJP കാൻഡിഡേറ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി 2020 വോട്ട് ചെയ്യാതിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ വികാരമായി ദീപക് ജോയിക്ക് മാറിക്കൂടെ? ആവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ CPM BJP ഡീൽ നിൽക്കില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഫീൽഡ് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ ആരോപണത്തെ ശരിവെക്കുന്നതാണ്. പാലക്കാട് പോലൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പാലക്കാട് പോലെ ഒരു മണ്ഡലമായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. കാരണം അവർ രണ്ടാം സ്ഥാനത്ത് വരുന്നതല്ല. ഇപ്പൊ അവിടെ മരട് മുനിസിപ്പാലിറ്റി ഉണ്ട്, ഉദയംപേരൂർ പഞ്ചായത്തുണ്ട്, കുമ്പളം പഞ്ചായത്തുണ്ട്, അതെല്ലാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് വോട്ടുള്ള ഒരു നഗരം എന്ന് വിശേഷിപ്പിക്കാം. എൻ്റെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ശബരിമല ഇരിക്കുന്ന റാന്നിയെ കൊന്നി, ശബരിമല ഇരിക്കുന്ന റാന്നി, മറ്റൊരു കോന്നി. റാന്നി നിയോജകമണ്ഡലത്തിൽ ആരാ സ്ഥാനാർത്ഥി? റാന്നിയിലും 2020. അപ്പോൾ ഞാൻ പറയുന്നത് 2020 ഒന്നെങ്കിൽ നേരത്തെ ഈ ഡീൽ എന്നുള്ള വാക്ക് വരാൻ കാരണം എന്താണെന്നറിയാം? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവോ ഒരു പൊതുപ്രവർത്തകനോ അല്ല. അദ്ദേഹം ഈസ് എ ബിസിനസ് മാൻ, ഈസ് ഗുഡ് അറ്റ് മേക്കിംഗ് ഡീൽസ്. അങ്ങനെ ഒരു ഡീലിൻ്റെ ഭാഗമാണ് മറ്റൊരു കോർപ്പറേറ്റ് സ്ഥാപനമായ കിറ്റക്സുമായിട്ട് ഒരു ഡീലിൽ ഏർപ്പെട്ടു. വെരി സിമ്പിൾ. ആ ഡീലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് BJP 2020 ഡീലാണോ ഇത്? BJP 2020 ഒരു ഡീലുണ്ട്. ആ 2020 ഡീല് പോലെ തന്നെയാണ് വളരെ കൃത്യമായി ഡീൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് BJPയുടെ നേതാവ്. അദ്ദേഹം CPMുമായിട്ട് പല സ്ഥലങ്ങളിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കേരളം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ആ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള സ്റ്റേറ്റിലെ ജനങ്ങൾ, വോട്ടർമാർ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാർ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യും. കാരണം ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഞാൻ ഈ പറയുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അത് പല സന്ദർഭത്തിലും പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. 100 സീറ്റുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവസാനത്തെ കണക്കുകൂട്ടലുകളിൽ ഒരു 80 സീറ്റിന് താഴേക്ക് വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും UDFും കോൺഗ്രസും ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്വിങ് ഉണ്ടായിട്ടുണ്ട്. ആ സ്വിങ് അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? മെയ് 4-ാം തീയതി നമുക്ക് സ്വിങ്ങിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ 14-ൽ 5 LDFിന്റെ കയ്യിലാണ്. ഇനി അങ്ങനെയല്ല, 14-ൽ 9 ഞങ്ങളുടെ പക്ഷത്താണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസ് രസകരമായിട്ട് അത് അവതരിപ്പിച്ചത്. 5 LDFിന്റെ കയ്യിലെന്നല്ല, 9 UDFിന്റെ കയ്യിലാണ്. പക്ഷേ എറണാകുളം കോൺഗ്രസിന്റെ ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കടമുഴക്കി 20 വർഷമായിട്ട് വൈപ്പിൻ നിയോജകമണ്ഡലം ജയിച്ചിട്ടില്ല. ഞങ്ങൾ വൈപ്പിൻ നിയോജകമണ്ഡലം ജയിക്കും. പക്ഷെ അവിടെ ലാറ്റിൻ 10 വർഷമായി ഞാൻ ജാതി മതമല്ല ഇതിൽ പറയുന്നത്. ഞാൻ പറയുന്നത് ജനങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ കാൻഡിഡേറ്റ്സ് ഇമ്മെറ്റീരിയലാണ്. പക്ഷേ ദീപ്തിയെ പോലെ ഒരു കാൻഡിഡേറ്റിനെ കൊച്ചിയിൽ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വിജയസാധ്യത. ഞാൻ കാൻഡിഡേറ്റ്സിന്റെ പേര് വെച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ കാൻഡിഡേറ്റ്സിന് വേണ്ടി അല്ല വോട്ട് ചോദിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. പൊളിറ്റിക്കൽ ഫൈറ്റിൽ നമ്മൾ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള പശ്ചിമ കൊച്ചിയിലെ വിഷയങ്ങൾ നിങ്ങൾ എടുക്കൂ.
ഡോക്ടർ അരുൺ ഈ കാരവൻ എത്താത്ത കടപ്പുറത്തേക്ക് പോകണം. കടപ്പുറത്തേക്ക് പോയാൽ വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ പോയാൽ വൈപ്പിനിലെ എൻറ്റയർ സ്ട്രെച്ച് കോസ്റ്റൽ ബെൽറ്റ്, തീരദേശ റോഡിൻ്റെ വിഷയം, കുടിവെള്ള പ്രശ്നങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ കുമ്പളങ്ങിയിൽ നിന്ന് വരുന്നത്. അവിടുത്തെ സ്ത്രീകൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ടാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞത്. അവിടെ വൈപ്പിൻകരയിൽ മുഴുവൻ കടൽ ഭിത്തിയും പുലിമുട്ടിൻ്റെയും വിഷയങ്ങളുണ്ട്. പശ്ചിമ കൊച്ചിയിൽ ആരോഗ്യ മേഖല ഇത്രയും നാളായിട്ടും നല്ലൊരു ആശുപത്രി, സർക്കാരിൻ്റെ നല്ലൊരു ആശുപത്രി ഇല്ല. തീരദേശത്തെ മറ്റു ഒരുപാട് വിഷയങ്ങൾ, തീരദേശ റോഡിൻ്റെ അലൈൻമെൻറ്റിനെ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. ഇതെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അത് ഭരണവിരുദ്ധമാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരായിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷം. കോർപ്പറേഷനും MLAയും സർക്കാരും 10 വർഷം. അപ്പം ഞാൻ പറയുന്നത് ഈ ജനങ്ങൾ അതിനെതിരെ ആരോഗ്യ മേഖലയിലെ തകർച്ച. പക്ഷെ അപ്പോഴും സമുദായത്തിന്റെ സ്വാധീനം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കൊച്ചി പ്രതിപക്ഷ നേതാവ് പറയുന്ന വോട്ട് ബാങ്ക് വേണ്ടതില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം പോയ 140 നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ റെക്കോർഡ് അല്ല, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ കമ്മ്യൂണിറ്റിയാണെന്നും എപ്പോഴും വർഗീയത തടയാൻ ശ്രമിച്ചിട്ടുള്ള, വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വിശാലമായൊരു സമൂഹമാണ് തീരദേശത്തെ സമൂഹം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ എല്ലാം ക്യാമ്പയിനാണ്. മതം, സമുദായം എല്ലാം ചർച്ച ചെയ്യപ്പെടും. രാഷ്ട്രീയം, പ്രാദേശികം, വികസനം, തീരദേശം, കുടിവെള്ളം, ആരോഗ്യം, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, അവിടുത്തെ MP എന്നുള്ള രീതിയിൽ എൻ്റെ നിരീക്ഷണം.